താഴെ ഒരാളും വഴി തടസ്സപ്പെടുക, വഴിയിൽ നിന്ന് മുഴുവൻ മാറി നിൽക്കണം. നിയോഗിക്കപ്പെട്ടതായിരിക്കുന്ന PPE കിറ്റ് ധരിച്ചതായ ആളുകൾ മാത്രം ആ ബോഡി എടുത്ത് അടക്കം ചെയ്യേണ്ടതായിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം അടുത്ത ബോഡി എടുക്കും. ആ രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ആദരമർപ്പിക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് മുഴുവൻ ആളുകളും മാറിയത് സംസ്ഥാന സർക്കാരിന്റെ ആദരം ഉൾപ്പെടെ അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് നിന്ന് മാറി നിൽക്കണം. മന്ത്രിമാർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര്, സേവാഭാരതി, മുസ്ലിം യൂത്ത് വൈക്കാട്, SYS പ്രവർത്തകർ, SFI, DYFI അങ്ങനെ നിരവധി സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ശരീരങ്ങളിലേക്കൊക്കെ മണ്ണ് വീഴുന്നത്, അവരുടെയൊക്കെ കുഴി അടയ്ക്കുന്നത്. PPE കിറ്റ് ധരിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ശരീരം അടക്കം ചെയ്യുകയാണ്. ഇന്ന് 5-ാം തീയതി 14 ശരീരങ്ങളാണ് പുത്തുമലയിലെ അടക്കം ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് നിരവധി ബോഡികൾ ഇനിയും അടക്കം ചെയ്യാനുണ്ട്. അപ്പോൾ അവയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലമൊരുക്കുകയാണ്. JCBയും ഹിറ്റാച്ചിയൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ അടക്കം ചെയ്യാനുള്ള കുഴി എടുക്കുന്ന ഒരു ദൃശ്യമാണിപ്പോൾ കാണുന്നത്. വിവിധ ഭാഗങ്ങളിലായിട്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ ഈ ശരീരങ്ങൾ അടക്കം ചെയ്യുന്നത്. അതിന്റെ നമ്പർ, അതിന്റെ ബോട്ടിൽ ക്രമീകരണങ്ങളുമായി ഉടനെ എത്തണം. ആരെങ്കിലും ഒരാൾ വിട്ടാൽ മതി. 56 പോകേണ്ടതില്ല. അതിന് നിയോഗിക്കപ്പെട്ട വോളണ്ടിയർമാർ മാത്രം താഴോട്ട് പോയാൽ മതി. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ 15 ശരീരങ്ങളാണ് ഇന്ന് 5-ാം ദിനം അടക്കം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസവും നിരവധി മൃതദേഹങ്ങൾ ഇതേ രീതിയിൽ കൂട്ടമത പ്രാർത്ഥനയോടുകൂടി ആ ചടങ്ങോടുകൂടി അടക്കം ചെയ്തിട്ടുണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് ഈ ശരീരങ്ങൾ പുത്തുമലയിൽ അടുത്തേക്ക് എത്തിക്കാനുള്ള അടിയന്തര നടപടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.